ഹായ്, ഞാൻ ഷമീം. ഞാൻ ഇന്ന് വന്നത് നല്ല വെജ് ബിരിയാണിയാണ്. ഈ വെജ് ബിരിയാണി നമുക്ക് ശരിക്കും വെജ് ബിരിയാണി പല സ്ഥലത്തും നമ്മുടെ ലോങ് ബസ്മതി റൈസിലാണ്. അതിന് പകരം ജീരശാല ചെറിയ റൈസിലാണ് ചെയ്യുന്നത്. നല്ല മസാലയാണ്. അതിൽ ആഡ് ഓൺ വെജിറ്റബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റാം, അതിന്റെ എക്സ്ട്രാ ഇടുന്ന വെജിറ്റബിൾ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് ചോദിച്ചത് എൻ്റെ വേണ്ടപ്പെട്ട 2-3 പേര് ചോദിച്ചിരുന്നു വെജിറ്റബിൾ എന്തെങ്കിലും ബിരിയാണി ചെയ്തുതരാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ സ്റ്റൈലിൽ എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിട്ടാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഇനി 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂണ് ഗീയും 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും. അപ്പം ഇതിലേക്ക് ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത്, ഇത് 3 ഉള്ളിയാണ് ഏകദേശം. ഈ ഒരു വലിപ്പമുള്ള ഉള്ളി, ചെറിയ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഉള്ളി 3 എണ്ണം. അപ്പോൾ അത് ഇതിലേക്ക് ഇടാം. ഇത് ഏകദേശം എത്ര ആൾക്കുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ഏകദേശം ഒരു 4 ആൾക്ക് കഴിക്കാം, 4 ആൾക്കോ കഴിക്കാം. നല്ല അടിപൊളി വെജ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ സാധാരണ മറ്റുള്ള ബിരിയാണി എന്നുവെച്ചാൽ ചിക്കന്, മട്ടണ്, അതുപോലെ തന്നെ ബീഫിലൊക്കെ ചെയ്തതുപോലെ അല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇത് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായി വാടണം. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ ഇളക്കി വാട്ടിയെടുക്കേണ്ട സാധനമാണ്. നിങ്ങൾ ഇത് കണ്ട വിചാരിക്കും ഇത് വാടിയെന്ന്. ഇത് വാടിയിട്ടുണ്ട്, ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് വാടിയിട്ടുണ്ട്, എനിക്കും ഇത് വാടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതും പോരാ, ഇനിയും നന്നായിട്ട് വാടണം. ഇങ്ങനെ കുഴഞ്ഞ ഒന്നും ഇല്ലാണ്ടാണോ, ഉള്ളി ഒന്നും അല്ലാണ്ടാണോ ആ രീതിയിൽ വാട്ടിയെടുക്കണേ. അപ്പോൾ ഈ രീതിയിൽ നന്നായി വാട്ടിയെടുക്കട്ടെ. ഫ്രൈ ആകുന്നത് ഒട്ടും ഫ്രൈ ആയി പോയേക്കല്ലേ, ഫ്രൈ ആവരുതേ. എൻ്റെ അത് ജസ്റ്റ് ഫ്രൈ ആകാൻ പോകുന്നുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂണ് എന്താ പറയുക ഗാർലിക്ക് ചതച്ചത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒരേ അളവ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളകും നല്ല എരിവിനനുസരിച്ച് ഇട്ടോളൂ 1 ടേബിൾ സ്പൂണ്. പിന്നെ തക്കാളി 2 തക്കാളി കേട്ടോ, നല്ല ചുവന്ന തക്കാളി 2 എണ്ണം സ്ലൈസായി അരിഞ്ഞത്. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വാട്ടാം. ഇത് നന്നായിട്ട് വാടി വരണം. ഇനി ഇതിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിലെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതിന് ഫ്ലേവർ തരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. എന്താ ക്യാപ്സിക്കം, റെഡ് യെല്ലോ. ഇപ്പോൾ നിങ്ങളടുത്ത് റെഡ് യെല്ലോ നാട്ടിൽ ചിലപ്പോൾ എല്ലാവരുടെ കടയിലും എല്ലായിടത്തും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഗ്രീൻ ക്യാപ്സിക്കം യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താണ് ഡൈസ് കട്ട്. അപ്പോൾ ഗ്രീനെ നിങ്ങൾ യൂസ് ചെയ്ത് യാതൊരു പ്രശ്നമില്ല. റെഡ് കിട്ടിയ അത്രയും നല്ല, യെല്ലോ നിർബന്ധമേ ഇല്ല. എൻ്റെ അടുത്ത് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് 2 യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇത് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് നന്നായി വാടണം. അപ്പോൾ നന്നായി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തോ. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചാലും യാതൊരു പ്രശ്നമില്ല. ഇങ്ങനെ ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ എടുത്തത് ഹാഫാണ് കേട്ടോ, ഒരു റെഡ് ഹാഫും യെല്ലോ ഹാഫും. അപ്പോൾ അത് ഇങ്ങനെ മുറിച്ചു. ഇനി അതിലേക്ക് ഏലക്കായ് ഒരു 4-5 ഏലക്കായും അതുപോലെ തന്നെ 4-5 ക്ലോവും അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇതൊരു റെക്റ്റാങ്കിൾ പീസാണ്, ചെറിയ പീസ് കേട്ടോ. സ്ക്വയർ പീസായാലും കുഴപ്പമില്ല. അത് അതിലേക്ക് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇത് കണ്ടില്ലേ നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇത് കുക്ക് ചെയ്യേണ്ടത് 1/2 മണിക്കൂർ സ്ലോലി കുക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിനകത്തു നിന്നാണ് ശരിക്കും നമ്മൾ സാധാരണ നോർമൽ വെജ് ബിരിയാണിയിൽ നിന്നുള്ളതിനും വ്യത്യസ്ത ഫ്ലേവർ വരുന്നത് എൻ്റെ ഈ ക്യാപ്സിക്കത്ത് നിന്ന് ഇറങ്ങുന്ന ആ സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിനാണ് ഈ ഫ്ലേവർ കിട്ടുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി കുക്ക് ഇത് കണ്ടില്ല, നന്നായി ഉടനെ വന്നത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ മസാല കേട്ടോ. നല്ല ഫ്ലേവർ. നമുക്ക് നോൺ വെജ് കഴിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഇതിൽ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, ഇതിന് ഒന്നുകൂടെ അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എനിക്ക് ബീൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. എവിടെയും മാർക്കറ്റിൽ ബീൻസ് വരുന്നില്ല. ബീൻസ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ബീൻസ് എങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഞാനിവിടെ ബ്രിഞ്ചാൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിഞ്ചാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ മാരിനേഷൻ ചെയ്യും, എന്നിട്ട് തവ ഫ്രൈ ചെയ്യും. ഇത് തവ ഫ്രൈ ചെയ്യും. അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മാരിനേഷൻ ചെയ്തിട്ട് ഇത് ഡീപ്പ് ഫ്രൈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും. നമ്മുടെ പനീറും യൂസ് ചെയ്യുന്നുണ്ട്. പനീറിന് നിങ്ങൾക്കിപ്പം സോയ ചങ്ക് ഉണ്ടെങ്കിൽ സോയ ചങ്ക് യൂസ് ചെയ്യുക. അതല്ല, എനിക്ക് പനീറാണ് പൊതുവേ ഇഷ്ടം സോയനേക്കാളും. അതുകൊണ്ട് പനീർ യൂസ് ചെയ്യുന്നു. പനീർ ഒന്നും ചെയ്യില്ല. ഇത് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് മാരിനേഷൻ ഒന്നും ഇല്ലാതെ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കും. ഇതാണ് ഈ 3 കാര്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇത് തവ ഫ്രൈ, ഇത് ഓയിൽ ഫ്രൈ, ഇത് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ ഫ്രൈ. അപ്പോൾ നമുക്കിപ്പോൾ ഈ 3 ചെയ്യാം.
അപ്പോൾ ബ്രിഞ്ചാളിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ, പിന്നെ ആവശ്യമുള്ള ഉപ്പ്. ഇത്രയും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ കോളിഫ്ലവറിൻ്റെ മാരിനേഷനിലേക്ക് ഇപ്പോൾ ഹാഫ് ടേബിൾ സ്പൂണ് പിന്നെ റൈസ് പൗഡറാണ്, അരിപ്പൊടി കേട്ടോ. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഇത് മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ, പിന്നെ കുരുമുളക് 1 ടീസ്പൂണ്, മഞ്ഞൾ ഹാഫ് ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൊടുക്കണേ. എന്നിട്ട് ഇത് കോളിഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 മാരിനേഷനും റെഡി ആയിട്ടുണ്ട്. ഇതാ എന്താ പറയുക, കോളിഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രിഞ്ചാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, പനീറുണ്ട്. പനീറിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഒരു 15 മിനിറ്റ് കേട്ടോ, അത് കുക്കാവും. എന്നിട്ട് അത് ഒന്നുമില്ല, അതിൽ മാരിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒന്ന് പ്ലെയിൻ ഫ്രൈ കേട്ടോ, ഡീപ് ഫ്രൈയിൽ. ഓക്കെ, നമുക്ക് അടുത്ത ഇതിൻ്റെ ഫ്രൈയിലേക്ക് പോവാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ജീര പൗഡർ, 1 ടീസ്പൂണ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 1 ടീസ്പൂണ് കിട്ടോ ജീര പൗഡർ. എന്നുവെച്ചാൽ ജീര പൗഡർ എന്ന് പറഞ്ഞാൽ ക്യുമിൻ സീഡ് കേട്ടോ. പിന്നെ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ. ഗരം മസാല എൻ്റെ റെസിപ്പിയിലുള്ള ഗരം മസാലയാണ്, അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി, കയ്യിലൊരു പിടി വരുന്ന വിധത്തിൽ മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ പുതിന, അതും ഒരേ പിടി, ഒരേ അളവ്. പിന്നെ ലെമൺ ജ്യൂസ്, 1 ലെമൺ കേട്ടോ, 1 ലെമൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് എൻ്റെ അടുത്ത് ഫ്രോസൺ ഉണ്ട്, ഫ്രോസൺ തന്നെ നിങ്ങളുടെ അടുത്ത് കിട്ടുവാണെങ്കിൽ ഉപയോഗിച്ചോ, അത് കുറച്ചുകൂടെ നല്ലതാണ്. നല്ല കളറുള്ള സാധനമാണ്, നമുക്ക് നോർമൽ ഉള്ളതിന് ഇങ്ങനെ കളർ വരില്ല. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം, ഓൾറെഡി കുക്ക്ഡ് ആയിട്ടാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അടിപൊളി, എന്താ ഇപ്പോൾ ഒന്ന് സ്മെല്ലെടുത്താൽ കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യുക. ഏകദേശമായി. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ പനീറും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ സോട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് റൈസ് ഒന്ന് ദമ്മാക്കി എടുക്കണമല്ലോ, റൈസ് കുക്ക് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇതിന് നമുക്ക് ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. എന്നിട്ട് ഓഫാക്കി വെക്കാം. റൈസ് വെക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇത് എന്താ പറയൽ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ ജീരശാല അരിയാണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണം, ബസ്മതി റൈസ് യൂസ് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ അടുത്ത ഒരാൾ, വേണ്ടപ്പെട്ട ഒരാൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ജീരശാലയിൽ ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് 2 പട്ട, അതുപോലെ തന്നെ ക്ലോവ് ഒരു 4-5 എണ്ണം, പിന്നെ അതുപോലെ തന്നെ ബേ ലീഫ്, ചെറിയൊരു ബേ ലീഫ്, പിന്നെ ഒരു 4 ഏലക്കായ്, കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ, നിങ്ങൾ 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 1.5, 1 കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ അഷ്റഫ്, മംഗല്യ ഇതൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇത് മൂടി വെക്കാം കേട്ടോ. ആ വെള്ളം റൈസിൻ്റെ ലെവലിലേക്ക് വരുന്നവർ ഇത് മൂടി വെക്കേ. അപ്പോൾ കണ്ടോ, ഇത് കണ്ടില്ലേ, റൈസ് വെള്ളത്തിൻ്റെ അതേ ലെവലിൽ പെട്ടെന്ന് തീ ഓഫാക്കാം. ഞാൻ ഇപ്പോൾ തീ ഓഫാക്കല്ല, സോറിയേ, തീ കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ആ തീ കുറച്ചതിന് ശേഷം ഒരു 7-8 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് വളരെ ഫ്ലെയിം നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം കേട്ടോ. അതിൻ്റെ നല്ല കറക്റ്റ് വേവാണ്. ഓ ഇതാ
ഇനി നമുക്കിത് ദമ്മിടാം കേട്ടോ. അപ്പം നമുക്ക് ദമ്മാക്കണം. ദമ്മാക്കാൻ വേണ്ടി ഇപ്പോൾ തീ കണ്ടില്ല, വളരെ കുറച്ച്. എന്നിട്ട് ഇവിടെ ഒരു തവ വെച്ചു. തവൻ്റെ മുകളിൽ നമ്മൾ മസാലേൻ്റെ പാത്രം വെച്ചു. പിന്നെ അതിലേക്ക് നമുക്ക് റൈസുകൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു ലെയർ ദമ്മൊന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്യാം കേട്ടോ. ഇത് ഫുള്ളിങ്ങനെ ഒന്ന് ഇളക്കി. കുറച്ച് ഗരം മസാല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മസാല തന്നെ ഇടുന്നു കേട്ടോ. എല്ലാ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിനടുത്ത് ഗീ ഇട്ട് കൊടുക്കുക. ഗീ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ദമ്മാക്കാം കേട്ടോ. ഇനി ദമ്മാക്കാൻ ഈ മൂടി ഫോയിൽ വെച്ചിട്ട് മൂടി വെക്കാം. ഇങ്ങോട്ട് ഫോയിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടൈറ്റായി നിന്നാൽ മതി. ഓക്കെ ഇനി ഇതൊരു നമുക്കൊരു ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. നമുക്കിത് ഓപ്പൺ ആക്കാം. നമ്മളെ റൈസ് ഇത് മൊത്തം ഒന്ന് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കത് മാറ്റാം. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ, നല്ല നെയ്യുണ്ട്. എൻ്റെ റൈസിൽ ഇത്തിരി ഗീ കുറച്ചുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാലയിൽ കുറച്ച് നെയ്യ് ഉണ്ടാവും. നിങ്ങൾക്ക് മസാലയിൽ നെയ്യ് കുറവാണെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണും കൂടെ റൈസിലേക്ക് കൂട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് മൊത്തം മിക്സ് ചെയ്യാനുണ്ട്. നമുക്കിത് അതിലേക്ക് മാറ്റാം. ഈ മസാലയൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് മിക്സ് ആക്കണം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇന്ന് എനിക്ക് ഗസ്റ്റൊന്നും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇരിക്കാം. എന്തായാലും എൻ്റെ കെട്ടുപൊളി ഇരിക്കുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ. കോളിഫ്ലവറും പനീറും നമ്മളെ റെഡ് ബെൽ പെപ്പേഴ്സും ബ്രിഞ്ചാൾ എല്ലാം കൂടി ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് വരുന്ന വിധത്തിൽ പ്ലേറ്റ് ചെയ്യുക. എല്ലാം എടുക്കുക, എല്ലാ മസാലയും. അപ്പോൾ അനൂഷ് നേരത്തെ തുടങ്ങി. മൂപ്പരന്നെ ഒറ്റക്കഥ പനീറൊക്കെ എടുത്ത് തിന്നി. അനൂഷ് തിന്നു അബ്ബ തരൂലെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഓക്കെ. നമ്മുടെ ബിരിയാണി ഇന്ന് ചാച്ചുണ്ട് കൂടെ. അനൂഷിൻ്റെ മുകളിൽ തന്നെ ഓനും പിടിച്ചതിൻ്റെ മുകളിൽ ഇരിക്കണം എന്നാണ് നേരത്തെ പറയുന്നത്. ഇങ്ങനെ ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളെ വെജ് ബിരിയാണീൻ്റെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ എപ്പോഴും ആ ബേസ് മസാല അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാം. എന്നുവെച്ചാൽ എനിക്ക് ബീൻസ് കിട്ടിയിട്ടില്ല, മറ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്താണെന്നുള്ള നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴിക്കാം. എന്നാ എനിക്കൊരു പ്ലേറ്റ് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിന്. ഇത് അമ്പത് തരാം. എന്നാ ഇത് വേണോ, ഫ്രൈ വേണോ? അപ്പോൾ നമ്മളെ ആ ബേസ് മസാല എപ്പോഴും അതേപോലെ സെറ്റ് ചെയ്യാം. അബ്ബ പറയട്ടെ. ബേസ് മസാല അതേപോലെ എപ്പോഴും സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ വെജിറ്റബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആഡ് ചെയ്തോളൂ. പക്ഷെ ബേസ് മസാലയുടെ ഫ്ലേവേഴ്സ് എപ്പം വരും. എരിവ് നിങ്ങൾക്ക് ഇത്തിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂട്ടാം. എല്ലാം പെർഫെക്റ്റ് ആണ്, നല്ല ഇതുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി നല്ല അടിപൊളി, നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള നല്ല ബിരിയാണി. എന്തായാലും ഇത് എല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും ഇത് ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ ഒന്നും നമുക്ക് സൈഡ് ഡിഷ് വേണമെന്നില്ല. എന്ന് വെച്ചാൽ പനീറുണ്ട് ഓൾറെഡി. പിന്നെ അച്ചാറ് തൈര് അങ്ങനെ കൂട്ടുന്നവർക്ക് ആ കൂട്ടാൻ ഞാനത് ചെയ്യല്ല. അതുപോലെ തന്നെ പിന്നെ എന്താ കൊണ്ട് ഇത് അപ്പം തരാം. എന്താ കടിച്ചേ? നോട്ട് പേർക്ക് അപ്പം തിന്ന് അപ്പൊ നമുക്ക് ടാറ്റ പറയാം. ഇവിടെ എല്ലാവരും കാത്തുക്കുന്നത് കൊറേ നേരായി. അതാണ് എല്ലാവരും കാത്തുക്കുന്നത്. ടാറ്റ പറഞ്ഞ ചാച്ചു ടാറ്റ പറയാം. ടാറ്റ പറ. അപ്പോൾ എല്ലാവരും ഇതേപോലെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ വേണ്ട വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ടാറ്റ പറയാം. വേണ്ട വെജിറ്റബിളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല 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 മാരിനേഷൻ ചെയ്യുക. അത് അവിടെ നോക്കിയിട്ട് പറ. അപ്പൊ പറയാം. അപ്പൊ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ബെൽ ബട്ടൺ മറക്കല്ല. എനിക്ക് സത്യം പറയല്ല, ഇതിൽ റിവ്യൂസ് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങളത് ക്ഷമിക്കും. എന്തായാലും ആള് വിട്ടിട്ടില്ല, കുറെ എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കായിരുന്നു. അപ്പൊ ഓക്കെ, ടാറ്റ പറയും. അത് അവിടെ നോക്ക്. അത് ടാറ്റ പറയും. അത് എല്ലാവരും കാത്തിക്കുന്നു. കാത്തിക്കുന്നു. ടാറ്റ എല്ലാവർക്കും ഫ്ലൈയിങ് കിസ് കൊടുത്തേ.
ഫ്ലൈങ് കിസ് കൊടു. ടാറ്റ പറ. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ബെൽ ബട്ടണും. എല്ലാവരോടും ഇന്നേക്ക് ബൈ ടാറ്റ. അതവിടെ ടാറ്റ പറ. ഫ്ലൈങ് കിസ്. ഓക്കെ.